ഹലോ, വെൽക്കം ടു പുതിയ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, പുള്ളിക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ നമ്മളിന്ന് പുള്ളിയുടെ കൂടെ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മളിതാ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതാ സെറ്റാണ് നമ്മുടെ കയ്യില്. ആള് മുന്നിൽ പോകുന്നുണ്ട്. തുളസി ബ്രോ ഹായ്. തുളസി ബ്രോ ആണ് നമ്മുടെ വണ്ടിന്റെ സാരഥി. ഞാനിവിടെ ബക്കറ്റും പിടിച്ച് ബാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര ക്രൗഡാണ്. പൂജ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ തന്നെയാണ് ഉള്ളത്. കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. കേരള രജിസ്ട്രേഷൻ വണ്ടികൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ഫ്രണ്ടിന്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് വരുന്നത് പോലീസ് സ്റ്റേഷന്റെ അവിടുന്ന് താഴേക്കുള്ള റോഡിലേക്കാണ്. ഞാൻ എന്തായാലും ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മളെ ഷോപ്പിന്റെ നെയിം, കോറൽ ഫിഷ് ഫ്രൈ. അപ്പൊ ഇനി ഇവിടെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്യാണ്ട്, അറേഞ്ച്മെന്റ്സ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മളെ ഫ്രണ്ടിന്റെ ഷോപ്പ് വരുന്നതാണ് കോറൽ ഫിഷ് ഫ്രൈ. ഇത് ആ ഭാഗത്തായിട്ടാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഈ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പ് എത്തി. അപ്പൊ എന്തായാലും ബാക്കി അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞിട്ട് കാണാം. നമ്മളപ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. കന്യാകുമാരിയിലെ തെരുവിലൂടെ സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങൾ പാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് വാങ്ങിയിട്ടുള്ള നാരങ്ങ, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വാഴയിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലെത്തിയിട്ടുണ്ട്. ബാക്കി സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങണം. അപ്പൊ എന്തായാലും ഓരോ ഐറ്റംസ് വാങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ വീണ്ടും കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ വാങ്ങിയത് ഓയില്, മൈദ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. പൊറോട്ട ഉണ്ടാക്കാനുള്ള സംഭവങ്ങളാണ് ഇപ്പൊ വാങ്ങിയിട്ടുള്ളത്. ഏതാനും നിമിഷത്തിനകം ഷോപ്പിലേക്ക് എത്തും. ഷോപ്പിൽ അവിടെ ചെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത്. ഫുള്ള് തിരക്കാണ്. 100 ഫുള്ള് കളി. യെസ്, നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ ഇതാ ചെയറും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങാം. നമ്മളവിടെ എത്തിയപ്പോഴും 2 പയ്യന്മാരിതാ നാരങ്ങയും സവാളയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് വാഴയിലേക്ക്. അപ്പൊ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ആൾക്കാർ വന്നു തുടങ്ങും. അപ്പോ ഇന്ന് പൊരിക്കാനുള്ള മീനുകൾ അവിടെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇന്ന് പൊരിക്കാൻ വേണ്ടി നമ്മള് മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന മീനുകൾ. നമ്മുടെ മസാല ചാടി ചാടി നിൽക്കുകയാണ് എല്ലാരും. പവർ ബ്രോ. ഇന്നത് ഇത് തന്നെ ബ്രോ, ചെമ്പല്ലിയ, ഏതൊരു മീന് അറിയില്ല. അപ്പൊ നമ്മുടെ മീനുകളിൽ മസാല തേക്കുന്ന പ്രോസസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ മീനിലൊക്കെ നല്ല സെറ്റ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നൊക്കത് മൊരിയാനുള്ളതാണ്. തുളസി ബ്രോ അത് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. കാണുമ്പോ തന്നെ നല്ലൊരു വൈബായിണ്ട്. ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് നല്ല അടി അടിക്കണം, അല്ല ആൾക്കാർക്ക് കൊടുക്കണം. അപ്പൊ നമ്മള് മീനിന്റെ മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. അത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ചായ കുടി ബ്രേക്കാണ് ഇനി. എല്ലാരും ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും പണികളിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് മസാല തേച്ച് വെച്ച് കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മീനുകൾ. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. എല്ലാതും മസാല തേച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും പണിയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഏലക്കായ കിട്ട ചായയാണ്. ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അറ്റത്തെ കടകളിലൊക്കെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ കുറച്ചും കൂടെ സെറ്റ് ചെയ്യാണ്ട്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ജനപ്രളയമായിരിക്കുന്ന പറഞ്ഞത്. ഞാനിവിടെ ആദ്യമായിട്ടാണല്ലോ. ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അന്ന് വരെ ഷോപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഷോപ്പ് സെറ്റ് ചെയ്തത്. എല്ലാരും ഭയങ്കര കോമ്പറ്റീഷൻ മൈൻഡിലാണ് ഇവിടെ ഉള്ളവര്. ഇവിടെ ഈ പൂജേന്റെ ഭാഗമായിട്ടുള്ള എന്തോ പരിപാടിക്കാണ് ഈ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചെണ്ടയും കൊട്ടി വന്ന ടീം ഇതാ ഭസ്മ കൊടുത്തിട്ടുണ്ട്. തുളസി ബ്രോന്റെ നെറ്റിയിലൊക്കെ ഇതാ ഭസ്മ ഇട്ടുണ്ട്. ആളിതാ മൊഞ്ചനായിട്ടുണ്ട്. ഞാനെന്തായാലും ഒരു കുറി ഇടാം. ചെറുത് മതി. ഇപ്പൊ എല്ലാം സെറ്റ് ചെയ്തിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടു. അപ്പൊ ഇനി ആൾക്കാർ വരിക, അവരുടെ ക്യാൻവാസ് ചെയ്യുക. അതാണ് നമ്മളുടെ ആകെയുള്ളൊരു പണി. കുറച്ച് ആൾക്കാർ വന്നു. നമ്മളെ ജസ്റ്റ് ചേട്ടാ മീനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആരും മൈൻഡ് ചെയ്തില്ല, പോയി. മലയാളികൾ കുറെ വരുന്നുണ്ട്. ഇത് പറയുന്ന മലയാളികളെ മൊത്തം ഞാൻ വലിച്ചിങ്ങും കൊണ്ടുവരുന്നതാണ്. നമുക്ക് നോക്കാം. നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് ട്രൈ നോക്കാം മാക്സിമം ആൾക്കാർ വരുമല്ലോ എന്നുള്ളത്.
എന്തായാലും നമ്മൾ മസാലയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മള് പൊറോട്ടയ്ക്കുള്ള മാവ് നമ്മളെ മാസ്റ്റർ കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാസ്റ്റർ പേര് പേര് സെൽവം. അപ്പോ പൊറോട്ടയും ഫുഡിനെ സെറ്റ് ആവുന്നതാണ്. നമ്മളെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഓർഡർ അയിലയാണ്. അപ്പോ അയില അതവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയില പിന്നെ പൊറോട്ട ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ ദോശ കാര്യങ്ങള് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും പരിപാടി നല്ല കനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് പാർസലാണ്. അതിനുശേഷം നമ്മൾ മസാല അതിന്റെ മേലെ കൂടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അടുത്ത മീൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ മസാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ മീനുണ്ട്. ഇതിന് ശേഷം നമ്മൾ സവാളയും നാരങ്ങയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യും. ഇപ്പൊ സമയം ഏകദേശം 8 മണിയുണ്ട്. നമ്മളെ ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ അത്യാവശ്യം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഫിഷൊക്കെ നല്ല ഫ്രഷ് സാധനം ആയതുകൊണ്ട് ആളുകളൊക്കെ വന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത്. എല്ലാ ഷോപ്പിലും അത്യാവശ്യം തിരക്കുണ്ട്. നമ്മളത് കുറച്ചും കൂടെ കളർഫുൾ ആക്കി വെച്ചതുകൊണ്ട് ആളുകൾ കയറുന്നുണ്ട്. എല്ലാരും വന്ന് മീനൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എടുക്കുന്നുള്ളൂ. എന്തായാലും ഒരു 11 മണിയൊക്കെ ഉണ്ടാവും തോന്നുന്നത്. നോക്കാം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ആളുകളുടെ പുച്ഛം അത് മലയാളികൾ മാത്രമല്ല, എല്ലാവരുടെയും പുച്ഛം തായ് ഭാഗം പുച്ഛാണ്. നമ്മള് ആളുകളോട് ചേട്ടാ ഫിഷ് ഫ്രൈ കഴിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓളാ ഊളെ എന്നുള്ള രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. വളരെ മോശമാണ്. നമ്മള് ഇപ്പൊ ഞാനിപ്പോ പുള്ളിയുടെ ഷോപ്പിൽ വന്ന് നിന്ന് ആളുകളെ വിളിക്കുമ്പോഴാണ് എനിക്ക് അതിന്റെ ഇത് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ കസ്റ്റമറായി പോകുമ്പോൾ നമ്മൾ മാക്സിമം ആളുകളോട് കുറച്ചുകൂടെ നൈസായിട്ട് പെരുമാറാൻ ശ്രമിക്കാം. ഇപ്പൊ ടൈം 10:30 കഴിഞ്ഞു. 11 നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ ഈ ഒരു സാധനം കഴിക്കുക. ഇതാണ് മുട്ട പൊറോട്ട. മുട്ട പൊറോട്ട അടിപൊളി. ഇപ്പൊ സമയം 11:51 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ എന്താ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ചപ്പാത്തി എടുക്കുക. ഇത് ചപ്പാത്തിന്റെ കൂടെ എന്താണ് ബ്രോ? മുട്ട ഗ്രേവിയാ. ഇതാണ് മുട്ട ഗ്രേവി. കാണുന്നുണ്ടോ അറിയില്ല. അതെങ്ങനെ എടുക്കുക. ടേസ്റ്റ് എവിടെ ബ്രോ? ഇവര് എപ്പോഴും സാപ്പിട്ടിട്ട് ഇറക്കി. അടുത്ത നമ്മൾ കഴിക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയാണ്. നല്ല അടിപൊളി കൊത്തു പൊറോട്ടയും. ഇതാണ് സ്ക്വിഡ് കണവ. സ്ക്വിഡും കൊത്തു പൊറോട്ടയും. ബ്രോ സാപ്പിടുന്നു ബ്രോ പറഞ്ഞു. സ്ക്വിഡ് എവിടെ എടുത്ത് സാപ്പിടുന്നു. സാപ്പിടുന്നു. ഓക്കെ, ഞാൻ കുറച്ച് കഴിച്ചോട്ടെ. കുറച്ച് കൊത്തു പൊറോട്ട എടുത്തു. തലയാ ഇത് ഒന്ന് അപ്പടിയേ സാപ്പിടും. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ഡെസ്കും ബെഞ്ചൊക്കെ സെറ്റ് ആക്കി വെക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീടെത്തിയപ്പോ ഒരു 1 മണി 2 മണിയൊക്കെ ആയി കിടന്നുറങ്ങുമ്പോ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസായിരുന്നു. നമ്മളങ്ങനെ സ്റ്റാഫായിട്ട് ഇതുവരെ നിന്നിട്ടില്ലല്ലോ. അപ്പോ പല ടൈപ്പ് ആൾക്കാരെ കണ്ടു. കുറെ മലയാളീസ് ഉണ്ടായിരുന്നു. അതില് ഒരു പകുതി മുക്കാൽ പേര് നല്ല രീതിയിൽ പെരുമാറി. കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി. കുറച്ചു പേര് പിന്നെ അലമ്പായിരുന്നു. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെ ആണല്ലോ. പക്ഷെ മൊത്തത്തിൽ എനിക്കൊരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് വീഡിയോസ് ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് എന്താണ് അഭിപ്രായമെങ്കിലും കമന്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ്.